ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് നമ്മുടെ ഡേ 4 ആണ്. നമ്മളെ വീട് റൂം വെച്ച റോഡ് ചെല്ലുണ്ട്, ഒരുപാട് ഒച്ചയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഡേ 4ലേക്ക് സ്വാഗതം. നമ്മളിവിടുന്ന് തവാങ്ങന്ന് വെക്കേറ്റെല്ലാം ചെയ്തു. തവാങ്ങന്ന് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് നാട്ടിലേക്കുള്ള റൂട്ടിൽ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലെത്തിയിട്ട് അതിനിടയിലുള്ള വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാ 4ാമത്തെ ദിവസത്തെ നമ്മുടെ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. 4ാമത്തെ ദിവസത്തെ നമ്മുടെ യാത്ര തവാങ്ങന്ന് താഴോട്ട് ഇറങ്ങുന്നത്. പാസ് കഴിഞ്ഞാൽ പിന്നെ തണുപ്പ് കുറഞ്ഞു. ഇത് നമ്മൾ വീണ്ടും മഞ്ഞിലെത്തി. എന്താണ് കേട്ടോ ടണല്. നമ്മൾ കുറച്ച് ദൂരെ യാത്ര ചെയ്യുന്നത് ടണലിലൂടെ പോവാന്ന്. ടണലിലേക്ക് കയറാൻ പോവാന്ന് നമ്മുടെ വണ്ടി. കാണുന്നതാണ് സേല ടണൽ. ഇവിടെ ഒരു ബുദ്ധന്റെ പ്രതിമയുണ്ട്, സ്റ്റാച്യു ഓഫ് ബുദ്ധ. നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് 5.5 കിലോമീറ്ററുള്ള ടണലിലൂടെ പോകണം. അപ്പോൾ നമ്മൾ സെല ടണലിലേക്ക് കയറാൻ വേണ്ടി പോകാന്ന്. ഇനി 5.5 കിലോമീറ്റർ നമ്മൾ ഈ ടണലിലൂടെയാണ് പോകാൻ പോകുന്നത്. അപ്പം നമ്മളിത് ആ ടണലിലേക്ക് കയറാൻ പോവാന്ന്. ഐ ലവ് തവാങ്, ബൈ ബൈ തവാങ്. തവാങ്ങിനോട് ബൈ ബൈ പറയുവാന്ന്. മഞ്ഞുമല നേരത്തെ ഇതാ നമ്മളിതാ ടണലിലേക്ക് കയറാൻ പോവാന്ന്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ സേല ടണൽ വഴിയാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. നമ്മളെ പുറകില് വണ്ടിയുണ്ട്, മുന്നിലും വണ്ടിയുണ്ട്. ഇതാ നമ്മൾ കയറി കഴിഞ്ഞു. ഇനി ഇരുട്ടായിരിക്കുമല്ലോ. ടണൽ വഴി ഇതാ പോവാന്ന്. അടിപൊളി അടിപൊളി. ഇരുട്ടൊന്നുമില്ല കേട്ടാ, വീഡിയോ കിട്ടുന്നുണ്ട്. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടേ. നല്ല തണുപ്പുണ്ട്. ഞാൻ ഗ്ലാസ് അതിന് കൈ പുറത്തിട്ടിട്ടുള്ളത്. നല്ല ഐസ് പോലെ തണുക്കുന്നുണ്ട് കൈ. ടണലോടും ബൈ ബൈ പറഞ്ഞു. ടണൽ ഇനിയും തീർന്നിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അടുത്ത ടണലും വരുന്നത്. സെക്കൻഡ് പാർട്ട് ടണലിന്റെ. അപ്പൊ ഇതാ നമ്മൾ വീണ്ടും ടണലിലേക്ക് കയറുവാണ്. വീണ്ടും ടണലിലൂടെയാണ് നമ്മുടെ സേല ടണൽ. അതാ നമ്മൾ ഈ 2ാമത്തെ ടണലിൽ കൂടി പുറത്തേക്ക് ഇറങ്ങാൻ പോവാന്ന്. അങ്ങനെ നമ്മള് സേല ടണലിന്റെ സെക്കൻഡ് ടണലിൽ കൂടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഓക്കെ, നമ്മൾ എത്തി പുറത്തെത്തി കൊച്ചി എത്തി. മഞ്ഞു വന്നു. ഇതാ മൊത്തം ഫോഗാണ്. വണ്ടിയെല്ലാം പിന്നെയും റോഡെല്ലാം മറയാൻ തുടങ്ങണ്ട. മുന്നിലുള്ള കാറ് കാണുന്നുണ്ട് നിങ്ങൾക്ക്. എന്താ വളരെ സൂക്ഷിച്ചു വേണം വണ്ടി ഓടിക്കാൻ. കുറച്ചൊരു ഇടസമയം വരെ നല്ല വെയിലായിരുന്നു. ജാക്കറ്റൊക്കെ നമ്മൾ ഊരി മാറ്റി. അതാ ഡ്രൈവറെല്ലാം തുമ്മാൻ തുടങ്ങി. മഞ്ഞ് ഫോഗ് മൂക്ക് കയറിയിട്ട് ചൂട് വെയിലടിച്ചിട്ട് ചൂട് കയറണ നമ്മൾ ഗ്ലാസും താഴത്ത് ജാക്കറ്റെല്ലാം ഊരി മാറ്റിയതായിരുന്നു. പക്ഷെ നമ്മൾ വീണ്ടും ഇതാ തണുപ്പിലേക്ക് തന്നെ വന്ന്. ഇവിടെ ക്ലിയർ ആയി കേട്ടാ, ഇവിടെ ക്ലിയർ ആയി. നമ്മൾ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് റോഡിൽ മുന്നിലെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. നോക്കുമ്പോഴത്തേക്ക് 2 യാക്കുകൾ തമ്മിൽ ഇത് അടി കൂടുന്നുണ്ട്. അപ്പം ഞാനും പെട്ടെന്ന് ഇറങ്ങിയിട്ട് വീഡിയോ ഇട്ടു. അടുത്ത് പോകാൻ ധൈര്യമില്ല, സൂം ചെയ്തിട്ടാണ് വീഡിയോ എടുത്തത്. നല്ല അടിയായിരുന്നു കേട്ടോ. ആ സമയം ഇത്ര അടുത്തുനിന്ന് യാക്കുന്ന റോഡിൽ വന്ന് കണ്ടപ്പോൾ
പക്ഷേ ഈ ഒരു സമയത്ത് എടുത്ത് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് പേടിയാണ് പോകാൻ. അപ്പോൾ എന്നാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ വീഡിയോ എടുത്ത് കിട്ടിയതാണ്. എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇന്ന് 4ാമത്തെ ദിവസത്തെ യാത്ര ഇന്നിവിടെ അവസാനിച്ചു. നമ്മളിപ്പോൾ തവാങ്ങിന്ന് 250 കിലോമീറ്റർ താഴെ കലാത്താങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ആയിപ്പോയി. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് വിചാരിച്ചിട്ടില്ല. റൂം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ദൂരെ പോവായിരുന്നു, കാരണം സമയത്രേ ആയിട്ടും ഇപ്പം 4:30 ആയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഓൾറെഡി അഡ്വാൻസ് കൊടുത്ത റൂമായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ സ്റ്റേ ചെയ്തേ പറ്റുള്ളൂ, അവർ തിരിച്ചു തരില്ല. അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ചു കുറച്ച് റെസ്റ്റ് എടുത്ത് എൻജോയ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. ഒരേ ഓട്ടം ഓടിയാൽ പിന്നെ നമ്മൾ മെൻ്റലിയും കൂടി കുറച്ച് ഡൗൺ ആയി പോകില്ലേ. അപ്പോൾ ഏതായാലും ഇപ്പോൾ റൂമിലെത്തി. ഇനിയിപ്പോൾ നാളെ 5ാമത്തെ ദിവസമാണ്. അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ബൈ.